കോളോറെക്ടൽ ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൻകുട അല്ലെങ്കിൽ മലാശയ ക്യാൻസറുകളാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്. ഇതിന്റെ വില്ലൻ നമ്മളെ കേരളത്തിൽ പൊറാട്ടയും ബീഫും തന്നെയാണോ? അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എടുക്കുമ്പം നമ്മൾ ഫൈബേഴ്സ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ, അതുപോലെ റെഡ് മീറ്റ്, ഇത് രണ്ടും ഈ പൊറോട്ടയിലും ബീഫിലും ഉണ്ട്. പക്ഷേ ഈ പൊറോട്ടയും ബീഫും കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് വരുന്നുണ്ടോ, എല്ലാവർക്കും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ദർ വിൽ ബി സം ജെനറ്റിക് പ്രീഡിസ്പോസിഷൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജെനറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള റിസ്ക്, അതായത് എൻവയോൺമെന്റലായിട്ടും നമ്മൾ ഡയറ്റിലൊക്കെയുള്ള റിസ്ക് ഫാക്ടേഴ്സും കൂടി വരുമ്പോൾ ഒരു ക്യുമുലേറ്റീവ് റിസ്ക് ചിലപ്പോൾ അവിടെ വരാം. അപ്പോൾ നമുക്ക് ഒരാളത് കഴിക്കുന്നതുകൊണ്ട് വരില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വരാമെന്ന് പറയില്ല. പക്ഷേ അത് ബെറ്റർ ടു അവോയ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ റിസ്ക് ഉള്ള ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. ആകെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിങ് കൊളോണോസ്കോപ്പി ഒരു 40 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 50 ഇയേഴ്സിനുള്ളിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിൽ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യുന്ന നേരത്തെ കണ്ടുപിടിക്കാം.